അച്ഛന്മാരനെ നമ്മുടെ ബഹുമാനപ്പെട്ട വികാരിച്ചന് ഡഗലത്തിന് ഈ വേദിയിലേക്ക് ഹാർദവമായി അടുത്തതായി സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ കുടുംബ കൂട്ടായ്മയുടെ എല്ലാ കുടുംബങ്ങളെയാണ്. എല്ലാ കുടുംബങ്ങളെയും ഈ അൽഫോൻസാം കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. മിന്നി പോലെ മിന്നിത്താരമെങ്ങും കണ്ണീരിന്റെ മണ്ണിൽ മന്ന പെയ്തുവല്ലോ. മിന്നി പോലെ മിന്നിത്താരമെങ്ങും കണ്ണീരിന്റെ മണ്ണിൽ മന്ന പെയ്തുവല്ലോ. ആഹാ ഉന്നതനെ വാഴ്ത്തിടാം ഉച്ചസ്വരത്തോടെ. ഓഹോ വിന്നതയാം ചങ്ങലകൾ പൊട്ടിനുറുങ്ങട്ടെ. ആഹാ ഉന്നതനെ വാഴ്ത്തിടാം ഉച്ചസ്വരത്തോടെ. ഓഹോ ഭിന്നതയാം ചങ്ങലകൾ പൊട്ടിനുറുങ്ങട്ടെ. മിന്നത്താരമെങ്ങും മിന്നി പോലെ മന്ന പെയ്തുവല്ലോ കണ്ണീരിന്റെ മണ്ണിൽ. ഇമ്മാനുവേലിന്റെ സ്നേഹം തേടുമ്പോ സമ്മാനം നേടുന്നു മണ്ണിലെല്ലാരും. കണ്ണോടു കണ്ണായി കാണാം നാമത്തെ പുണ്യാഹം പോലെന്നും ഉള്ളിൽ കാത്തിടാം. എന്നും ക്രിസ്മസിനാനന്ദം പൂണ്ടിങ്ങളായി നിന്റെ കരളിന്റെ ഇരുൾ മാറ്റിടാം. എന്നും ക്രിസ്മസിനാനന്ദം പൂണ്ടിങ്ങളായി നിന്റെ കരളിന്റെ ഇരുൾ മാറ്റി ഉണർവേകിടാം. ആഹാ ഉന്നതനെ വാഴ്ത്തിടാം ഉച്ചസ്വരത്തോടെ. ഓഹോ ഭിന്നതയാം ചങ്ങലകൾ പൊട്ടിനുറങ്ങട്ടെ. ആഹാ ഉന്നതനെ വാഴ്ത്തിടാം ഉച്ചസ്വരത്തോടെ. ഓഹോ ഭിന്നതയാം ചങ്ങലകൾ പൊട്ടിനുറങ്ങട്ടെ. മിന്നിത്താരമെങ്ങും മിന്നി പോലെ മന്ന പെയ്തുവല്ലോ കണ്ണീരിന്റെ മണ്ണിൽ. രാജാതിരാജന്റെ വീടിപ്പുൽക്കോട് കാണുമ്പോൾ അന്തിച്ചു നിൽക്കുന്നു നാം. കൺമുൻപിൽ കർത്താവ് വിതറും സത്യങ്ങൾ കാണാതെ പോകുന്ന അന്തരയാണുള്ളിൽ. ഒട്ടേറെ പുൽക്കൂട്ടിൽ ഉണ്ണി പിറന്നാലും എന്റെ മനസ്സിൽ പിറന്നതിന്റെ അലർത്തമായി. മുന്നിൽ ഒട്ടേറെ പുൽക്കൂട്ടിൽ ഉണ്ണി പിറന്നാലും എന്റെ മനസ്സിൽ പിറന്നിലെ അതുവ്യക്തമായി. ആഹാ ഉന്നതനെ വാഴ്ത്തിടാം ഉച്ചസ്വരത്തോടെ. ഓഹോ ഭിന്നതയാം ചങ്ങലകൾ പൊട്ടിനുറുങ്ങട്ടെ. ആഹാ ഉന്നതനെ വാഴ്ത്തിടാം ഉച്ചസ്വരത്തോടെ. ഓഹോ ഭിന്നതയാം ചങ്ങലകൾ പൊട്ടിനുറുങ്ങട്ടെ. മിന്നി പോലെ മിന്നിത്താരമെങ്ങും കണ്ണീരിന്റെ മണ്ണിൽ മന്ന പെയ്തുവല്ലോ. മിന്നത്താരമെങ്ങും മിന്നി പോലെ മന്ന പെയ്തുവല്ലോ കണ്ണീരിന്റെ മണ്ണിൽ. കാണാൻ നിൻ പാദങ്ങൾ പുൽകാൻ നിൻ കൃപയിൽ ആഴമറിയാൻ. നാഥാ നിന്നെ കാണാൻ നിൻ പാദങ്ങൾ പുൽകാൻ നിൻ കൃപയിൽ ആഴമറിയാൻ. നിസ്പരമം ജീവിതങ്ങളിൽ നിസ്തുലമായി പൂവണിഞ്ഞിടാൻ.
പുൽകാൻ നിൻ കൃപയിലയമറിയാൻ നാഥാ നിന്നെ കാണാൻ നിൻ പാദങ്ങൾ പുൽകാൻ നിൻ കൃപയിലയമറിയാൻ കൈവിരലേ നാഥാ തള്ളിയിടല്ലേ ദൈവാ പ്രാണന്റെ പ്രാണനേശുവേ കൈവിരലേ നാഥാ തള്ളിയിടല്ലേ ദൈവാ പ്രാണന്റെ പ്രാണനേശുവേ സ്തുതിഗീതം ഞങ്ങളുടെ നാവിൽ നിൻ ദിവ്യവർത്തനങ്ങൾ ഞങ്ങൾക്ക് ഭയം നിൻ സ്തുതിഗീതം ഞങ്ങളുടെ നാവിൽ നിൻ ദിവ്യവർത്തനങ്ങൾ ഞങ്ങൾക്ക് ഭയം നാഥാ നിന്നെ കാണാൻ നിൻ പാദങ്ങൾ പുൽകാൻ നിൻ കൃപയിലയമറിയാൻ അച്ഛൻ പറഞ്ഞപ്പോൾ വചനഭാഗങ്ങളൊന്ന് നോക്കുമായിരുന്നേ. നമുക്ക് ക്രിസ്മസിൻ്റെ എപ്പോഴും നമ്മളുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു വൈബ്, ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു വൈബ്, ഒരു സന്തോഷത്തിൻ്റെയാണ്. അപ്പം ജ്ഞാനികൾ ഒരു നക്ഷത്രം കണ്ട് ആണ് ഈശോയെ അന്വേഷിച്ചു വരുന്നത്. മത്തായി സുവിശേഷത്തിൽ 2-ാമത്തെ അധ്യായത്തിലാണ് നമ്മളത് കാണുന്നത്. അത് കഴിഞ്ഞ് അവർക്ക് ഹെറോദോസിന്റെ കൊട്ടാരത്തിൽ നിന്ന് അവർ തിരിച്ചിറങ്ങുമ്പോഴാണ്, അവരൊക്കെ ആദ്യം ഹെറോദോസിന്റെ കൊട്ടാരത്തിലേക്ക് അവർ ചെന്നപ്പോൾ സത്യത്തിൽ ദൈവം ആഗ്രഹിക്കാത്ത ഒരു പദ്ധതിയിലേക്ക് പോയപ്പോൾ അവിടെ സന്തോഷത്തിന് പകരം ദുഃഖമാണ് ഉണ്ടാകുന്നത്. കുഞ്ഞുങ്ങളെല്ലാം വധിക്കാനായിട്ട് ഹെറോദോസ് കൽപ്പന പുറപ്പെടുവിക്കുന്നു. എന്നാൽ അവരൊന്ന് തിരിച്ചിറങ്ങി അവര് വീണ്ടും ദൈവം കാണിച്ച പ്രകാശത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നൊരു വചനം, 10-ാമത്തെ തിരുവചനം 2-ാമത്തെ അധ്യായം മത്തായി സുവിശേഷം. അവിടെ പറയുകയാണ്, നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു. നമ്മുടെ വീട്ടിലൊക്കെ ക്രിസ്മസിന് നക്ഷത്രം തൂക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വലിയൊരു സന്തോഷമാണ്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലൊക്കെ വലിയൊരു സന്തോഷമാണ്. അപ്പോൾ നക്ഷത്രം വലിയ ഒരു സന്തോഷത്തിൻ്റെ ഒരു അടയാളമാണ്. നമ്മളുടെ ക്രിസ്മസ് ആഘോഷം ഒരു ആത്മീയമായിട്ട് അല്ലെങ്കിൽ യേശുവിലുള്ള സന്തോഷത്തിലേക്ക് നമ്മൾ നയിക്കണം. അല്ലാത്ത സന്തോഷങ്ങൾ, ഭൗതികമായ സന്തോഷങ്ങൾ പലപ്പോഴും നമുക്ക് ദുഃഖത്തിലേക്കാണ് നയിക്കുക. ജ്ഞാനികളുടെ സന്ദർശനം നമുക്ക് തരുന്ന, അല്ലെങ്കിൽ ക്രിസ്മസ് നമുക്ക് തരുന്ന വലിയ ഒരു സന്ദേശം അതാണ്. രണ്ടാമത്തെ കാര്യം, ആട്ടിടയന്മാർ, അവരെ കാണുന്ന നമ്മൾ ലൂക്കാസ് സുവിശേഷത്തിലാണ്. ആട്ടിടയന്മാര് അവര് മാലാഖയുടെ സന്ദേശം കിട്ടിയിട്ടാണ് ഉണ്ണീശോനെ കാണാൻ പോകുന്നത്. ഉണ്ണീശോയെ കാണാൻ അവർക്ക്, ഉണ്ണീശോയെ തിരിച്ചറിയാനായിട്ടുള്ള അവർക്കുള്ള അടയാളം തൊഴുത്തില്, പിള്ളക്കച്ചയില്, പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയാണ്. ഈശോയെ കാണാനുള്ള ഒരു അടയാളം അതായിരുന്നു. അവര് ആ ഉണ്ണീശോയെ കണ്ട് അവരും അത്യധികം സന്തോഷിക്കുകയാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് തിരിച്ചുപോയി എന്നാണ് പറയുക. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന, അച്ഛൻ പറഞ്ഞു, കുടുംബത്തിൽ പലപ്പോഴും നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അപ്പോഴൊക്കെ അതിലൊരു ദൈവികമായിട്ടുള്ള ഒരു പദ്ധതി മനസ്സിലാക്കാൻ, അതിനകത്തൊരു ദൈവിക ഇടപെടൽ മനസ്സിലാക്കാൻ, അതിനുള്ള ദൈവത്തിന് മഹത്വം കൊടുക്കാനായിട്ടുള്ള ഒരു മനോഭാവം നമുക്കുണ്ടാകുമ്പോഴാണ് ഈ ആട്ടിടയന്മാരെ പോലെ
അവര് രാജാവിനെ അല്ലെങ്കിൽ രക്ഷകനെ ഒക്കെ പ്രതീക്ഷിച്ചാണ് പോയത്. പക്ഷെ അവർക്ക് കിട്ടിയ അടയാളം തൊഴുത്തിൽ കിടക്കുന്ന ശിശുവിനെ കാണാനാണ്. അവര് ആ ശിശുവിനെ കണ്ടു ആനന്ദിക്കാനായിട്ട്, മാലാഖമാരോടൊത്ത് സന്തോഷിക്കാനായിട്ട്, എന്ന് വെച്ചാൽ സ്വർഗീയ സന്തോഷം അനുഭവിക്കാനായിട്ട് അവർക്കിടയായി. ദൈവം നമുക്കും ഈ ഓരോ ക്രിസ്മസിലും നമ്മുടെ ഹൃദയത്തിൽ ഒരു സ്വർഗീയ ആനന്ദം തരാനായിട്ട് ഇടയാകട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ പുൽക്കൂട് ഒരുക്കുമ്പോൾ, ഈ നക്ഷത്രം തൂക്കുമ്പോഴെല്ലാം നമ്മുടെ ഉള്ളിൽ ക്രിസ്തു തരുന്ന ആനന്ദം, അല്ലെങ്കിൽ ക്രിസ്തുവിൽ ആനന്ദിക്കാനുള്ള കൃപ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഇപ്രകാരം പ്രഘോഷിക്കുന്നുണ്ട്: എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. നമുക്ക് നമ്മളുടെ മക്കൾക്ക് കൊടുക്കാനുള്ള, അടുത്ത തലമുറയ്ക്ക് കൊടുക്കാനുള്ള സന്ദേശം അതാണ്: ക്രിസ്തുവിൽ ആനന്ദിക്കുക, എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുക. അങ്ങനെ ഈശോയിൽ ആനന്ദിക്കാൻ അന്നത്തെ സദ്യകളിലും ആഘോഷങ്ങളിലും എന്നതിനേക്കാൾ ഉപരിയായി യേശുവിൽ ആനന്ദിക്കാനുള്ള ഒരു കൃപ പരിശുദ്ധാത്മാവ് നമുക്ക് തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുമസ് ആത്മീയവും ഭൗതികവുമായിട്ടുള്ള ഒരു ആനന്ദത്തിന് ലോകം മുഴുവനും കാരണമാകുന്നു. നമ്മൾ രക്ഷകനെ ലോകത്ത് പകർന്നു കൊടുക്കുമ്പോൾ ആ യഥാർത്ഥ സന്തോഷം ലോകം മുഴുവനും അറിയാനും അനുഭവിക്കാനും ഒക്കെ ഇടയാകുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ, ഈ ആനന്ദത്തിൽ നിലനിൽക്കാനും അതിൽ തുടരാനുമായിട്ട്. ഇടത്തരല്ലേ നീ യേശുനായക, ഇടവിടാതെ ഞാൻ നല്ലിടയനോടെന്നും പ്രാർത്ഥിക്കും നീതാ. മുൾക്കിരീടം ചാർത്തിയ ജീവദായക, ഉൾത്തടത്തിൻ തേങ്ങൾ നീ കേട്ടിടില്ലയോ. ഇടറി വീഴുവാൻ ഇടത്തരല്ലേ നീ യേശുനായക, ഇടവിടാതെ ഞാൻ നല്ലിടയനോടെന്നും പ്രാർത്ഥിക്കും നീതാ. മഹിയിൽ ജീവിതം മഹീതമാക്കുവാൻ മറന്നുപോയ മനുജനല്ലോ ഞാൻ. അറിഞ്ഞിടാതെ ഞാൻ ചെയ്ത പാപങ്ങൾ നിറഞ്ഞ കണ്ണുനീർത്തണങ്ങളാ. അന്ധകാര വീജിയിൽ തള്ളിടല്ലേ രക്ഷക, അന്തരംഗം നൊന്തു കേണിതാ. ഇടറി വീഴുവാൻ ഇടത്തരല്ലേ നീ യേശുനായക, ഇടവിടാതെ ഞാൻ നല്ലിടയനോടെന്നും പ്രാർത്ഥിക്കും നീതാ. വിശ്വമോഹങ്ങൾ ഉപേക്ഷിക്കുന്നു ഞാൻ, ചെയ്ത പാപപ്രായശ്ചിത്തമാ. ഉലകിൽ വീണ്ടും ഞാൻ ഉടഞ്ഞു പോവല്ലേ, ഉടഞ്ഞൊരു പളുങ്കു പാത്രം ഞാൻ. എന്റെ ശിഷ്ടജന്മമോ നിന്റെ പാദലാളനം, എന്നും ആശ്രയം നീ മാത്രമേ. ഇടറി വീഴുവാൻ ഇടത്തരല്ലേ നീ യേശുനായക, ഇടവിടാതെ ഞാൻ നല്ലിടയനോടെന്നും പ്രാർത്ഥിക്കും നീതാ. തീർച്ചയായും അനുഭവിച്ചറിയുന്ന ഒരവസരമായിരുന്നു ഈ 25 ദിവസവും. നമുക്ക് ഏകദേശം നമ്മുടെ തിരക്കിലും കാര്യങ്ങളിലും ഒക്കെ നമ്മളെന്താ ചെയ്യുന്നത്, എങ്ങനെയാ പോകുന്നതെന്നും അറിയില്ല, എങ്കിലും പള്ളി വരുന്നു, പ്രാർത്ഥിക്കുന്നു, എന്തൊക്കെയോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നു. ആ രീതിയിൽ ഓടി ഇന്ന് നമ്മൾ ഒന്നിച്ചുകൂടി ഇവിടെ ക്രിസ്മസിൻ്റെ സന്ദേശം, അച്ഛൻ പറഞ്ഞ സന്ദേശം, ബൈജു ബ്രദർ പറഞ്ഞ സന്ദേശം. അപ്പം എനിക്ക് എൻ്റെ മനസ്സിൽ ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞപ്പം പ്രത്യേകിച്ചൊന്നും ഓർക്കുന്നില്ല, എങ്കിലും നമുക്ക് ഓരോരുത്തർക്കും ഈ ഓരോ ക്രിസ്മസിനും ഓരോ കൺസെപ്റ്റ് നമ്മൾ മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ടാകും. ഞാൻ എൻ്റെ മനസ്സിൽ സൂക്ഷിച്ച ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇത്ര മാത്രമായിരുന്നു. നമ്മളിപ്പം കടന്നു പോകുമ്പോൾ നമുക്ക് പഴയ നിയമത്തിൽ മോശയുടെ നിയമം നമുക്ക് കാണാനായിട്ട് സാധിക്കും. മോശയുടെ നിയമം എന്ന് പറയുന്നത് അടിക്കടി കൊടുക്കുക എന്നുള്ളതായിരുന്നു മോശയുടെ നിയമം. ഒരാളടിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചടിക്കുക എന്നുള്ളൊരു നിയമമായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് പുതിയ നിയമത്തിലൂടെ യേശു ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് അതിനു മുമ്പുണ്ടായിരുന്ന സദുക്കായർ, ഫരിസേയർ, അവരുടെ ഒരു നിയമസംഹിത രീതി എന്ന് പറയുന്നത് അവർ വള്ളി പുള്ളി വിടാതെ നിയമങ്ങളൊക്കെ അനുസരിച്ച്
എല്ലാ സാപത്ത് ആചരിക്കുന്ന കാര്യങ്ങൾ, മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യങ്ങൾ, നേർച്ച കാഴ്ചകൾ നടത്തുന്ന കാര്യങ്ങൾ, പുണ്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോംപ്രമൈസിന് അവർ തയ്യാറല്ല ഒരിക്കലും. പുള്ളി വിടാതെ നിയമങ്ങളെ മാത്രം സൂക്ഷിച്ചു നോക്കി അനുസരിച്ച് പോകുന്ന ഒരു കൂട്ടരായിരുന്നു സദുക്കായരും അതുപോലെ ഫരിസേയരും. അത് കഴിഞ്ഞ് നമ്മുടെ ഈശോയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ, ഈശോ നമ്മളെ പഠിപ്പിച്ച എന്താ? വലത്തെ കർണത്തെ അടിക്കുന്ന ആൾക്ക് ഇടത്തെ കർണം കൂടെ കാണിച്ചു കൊടുക്കണമെന്ന് പഠിപ്പിച്ച ആളായിരുന്നു നമ്മുടെ ഈശോ, അല്ലേ? അപ്പോൾ നമ്മുടെ നിയമം, നമ്മൾ ക്രിസ്ത്യാനികളായിരിക്കുമ്പോൾ, നമ്മൾ ക്രിസ്തുവിനെ നമ്മൾ അനുഗമിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ നിയമമല്ലേ ഏറ്റവും ശരിയായിട്ടുള്ള നിയമം. ഇനി നമ്മൾ ഓരോരുത്തരും ഈ ദിവസം ഒന്ന് ചിന്തിക്കുന്ന നന്നായിരിക്കും. നമ്മുടെ മനസ്സിൽ നമ്മൾ എത്രയ്ക്ക് നമ്മൾ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞാലും, എത്രയ്ക്ക് ഈശോ എനിക്ക് വളരെ ഇഷ്ടമാണെന്ന് പറഞ്ഞാലും, നമ്മൾ ഈ ഏത് കാറ്റഗറി വരും എന്നുള്ളത്. നമ്മളീ പലരും ചിലപ്പോൾ ഇപ്പോഴും മോശയുടെ നിയമസംഹിതയിൽ, മോശയുടെ രീതിയിൽ നിൽക്കുന്നവരായിരിക്കും. അടിച്ച അവനിട്ട് ഒന്നുകൂടെ കൊടുക്കണം എന്ന് ചിന്തിക്കുന്നതായിരിക്കും. പകരം വീട്ടണം എന്നുള്ള ചിന്ത, എന്നാലും എന്നോട് പറഞ്ഞല്ലോ അതിന് തിരിച്ചു കൊടുത്തേ പറ്റൂ എന്നുള്ള തോന്നലോട് ജീവിക്കുന്നവരായിരിക്കും. മറ്റ് ചിലരായിക്കോട്ടെ ആർക്കും ഒരു ഉപദ്രവത്തിനും പോകാറില്ല, ഒട്ടും ഉപകാരത്തിനും പോകാറില്ല, പാസീവായിട്ട് അങ്ങോട്ട് ജീവിക്കണം. ആ ജീവിക്കുന്ന ജീവിതത്തിൽ അപ്പോൾ ഒരു പക്ഷേ അവർ ചിന്തിക്കുന്നത്, ഞാൻ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് പള്ളിയിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, കൊന്ത ചെല്ലുന്നുണ്ട്, എൻ്റെ കാര്യങ്ങളെല്ലാം വളരെ കറക്റ്റായിട്ട് ഞാൻ ചെയ്യുന്നു, നിയമങ്ങളെല്ലാം പാലിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ എന്നെ മാത്രമേ കാണുന്നുള്ളൂ, എൻ്റെ ചുറ്റിലുള്ള ആരെയും ഞാനിട്ട് കാണുന്നുമില്ല. അത്യാവശ്യം അത് മസ്റ്റാണെന്ന് തോന്നിയെങ്കിൽ കൊടുക്കും. ആ രീതിയിൽ പോകുന്നവരായിരിക്കും നമ്മൾ കുറച്ച് പേര്. ഇനി മൂന്നാമത്തെ, നമ്മുടെ ഈശോയെ സ്വീകരിച്ച നമ്മുടെ നിയമം ഇതല്ലേ? നമ്മളിൽ എത്ര പേരുണ്ട് നമ്മളെ വേദനിപ്പിക്കുന്നവരോട്, നമ്മളെ വിഷമിപ്പിക്കുന്നവരോട്, നമ്മളോട് എതിര് പറയുന്നവരോട്, ഒന്നും വേണ്ട നമ്മളോട് ഒരു നോ പറയുന്ന ഒരാൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ആളോട് അല്ല സാരമില്ല പോട്ടെ, അവനങ്ങനെ പറഞ്ഞതല്ലേ, ഇനി ആ ഒരു മനോഭാവമെങ്കിലും. ഈശോ പറഞ്ഞു ഒരിടത്തടിക്കുമ്പോൾ മറ്റേതും കൂടെ കാണിച്ചു കൊടുത്തോണ്ട് നിൽക്കണമെന്നാ പറഞ്ഞു. മറ്റേ സൈഡിലൂടെ അടി മേടിക്കാൻ റെഡി ആയിരിക്കണമെന്ന് പറഞ്ഞു. അടി മേടിക്കാനൊന്നും റെഡിയല്ലേ? അത്രയും മാത്രം സാരമില്ല, മറന്നേക്കാം, പോയേക്കാം എന്ന് ചിന്തിക്കുന്ന എത്ര പേര് നമ്മുടെ കൂട്ടത്തിലുണ്ടെന്നുള്ളത് ദിവസം നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ പ്രത്യേകിച്ച് സന്ദേശമൊന്നും പറയാനായിട്ട് ഓർത്തൊന്നുമല്ല. ഓരോ ക്രിസ്മസിനും ഒരു ചെറിയ കാര്യം എന്തെങ്കിലും മനസ്സിൽ ഓർക്കും, അത് മനസ്സിൽ സൂക്ഷിക്കും, അത് പാലിച്ചു പോകാൻ പറ്റുമോ എന്നുള്ളത് നോക്കും. ആ ഒരു ചെറിയ കാര്യമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. വാർഡിലെ കുടുംബാംഗങ്ങളെ, നമ്മളിവിടെ ക്രിസ്മസ് കഴിഞ്ഞിട്ടാണെങ്കിലും ക്രിസ്മസിന് ശേഷമാണെങ്കിലും ക്രിസ്മസ് ആഘോഷത്തിനായിട്ട് ഒന്നിച്ചു കൂടിയിരിക്കുകയാണ്. ചെറിയൊരു കൂട്ടായ്മ, അധികം വീട്ടുകാരൊന്നുമില്ല, ഉള്ള വീടുകളിൽ തന്നെ ഇപ്പോൾ നമുക്കറിയാം ആളുകളൊന്നുമില്ല, എങ്കിലും സന്തോഷത്തോടെ എല്ലാവരുടെയും ഒത്തുകൂടിയിരിക്കുകയാണ്. അവിടെയും നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ പലപ്പോഴും എൻ്റെ ഓർമ്മ വരുന്ന പഴയ ചെറുപ്പകാലത്തുണ്ടായിരുന്ന ക്രിസ്മസ് ആഘോഷമാണ്. അന്ന് കുറച്ചുകൂടെ ഒരു ഉത്സാഹത്തോടെ ഉള്ളൊരു ആഘോഷമാണ്. പുൽക്കൂട് ഉണ്ടാക്കണമെങ്കിൽ ഇന്നത്തെ പോലെ റെഡിമെയ്ഡ് പുൽക്കൂടല്ല, കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പുല്ലൊക്കെ പറിച്ച് അങ്ങനെ ആഘോഷിക്കുന്ന ഒരു ക്രിസ്മസ്. പള്ളിയിൽ പോകുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലാണെങ്കിലും അതിൻ്റെതായ ഒരു വ്യത്യാസം ഉണ്ടാകും. എനിക്കൊന്ന് ഇപ്പോൾ പൊതുവെ മനുഷ്യരുടെ കാഴ്ചപ്പാടിലും ആ ഒരു എളുപ്പത്തിലേക്ക് വരിക, പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്നുള്ള ഒരു രീതിയാണ്. പണ്ടുണ്ടായിരുന്ന അടുപ്പങ്ങളൊക്കെ ഇല്ലാതാകുന്നു. സത്യത്തിൽ വേണ്ടത് ഇങ്ങനെ ഒരു കൂട്ടായ്മകൾ നമുക്ക് വേണ്ടത് എനിക്ക് തോന്നുന്നു ചുറ്റുപാടുള്ളവരും എല്ലാവരുമായിട്ട് ഒരു നല്ല അടുപ്പത്തിലും നല്ല ബന്ധത്തിലും പോവുക എന്നുള്ളത്. ക്രിസ്മസിന് അതും ഒരു ആവശ്യമാണ്. എന്തായാലും ഇന്ന് നമ്മുടെ ഈ ചെറിയ ക്രിസ്മസ് ആഘോഷത്തിൽ അച്ഛൻ വന്ന് നല്ലൊരു സന്ദേശം നൽകി, അതുപോലെ തന്നെ മറ്റു പലരും പാട്ട് പാടുകയും എല്ലാം ചെയ്തു. അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസ്, കഴിഞ്ഞുപോയ ക്രിസ്മസ് ആണെങ്കിലും ക്രിസ്മസിനുള്ള ആശംസകളും ഒക്കെ നേർന്നുകൊണ്ട് എല്ലാവർക്കും വന്ന എല്ലാവരുടെയും പേരിൽ നന്ദി പറയും.